ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ദേശീയ കർമ്മസമിതിയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ രംഗത്ത് വന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ കൊലപാതകം സംബന്ധിച്ച കേസിൽ കക്ഷി ചേരാനും UNA അപേക്ഷ കൊടുത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി. ബൽറാം, വിശദാംശങ്ങൾ. SKN കൊൽക്കത്ത RG-കോർ മെഡിക്കൽ കോളേജിൽ വനിതാ ജൂനിയർ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് കക്ഷി ചേരാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് ജാസ്മിൻ ഷായാണ് സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ. സുപ്രീം കോടതി കേസ് പരിഗണിച്ചുകൊണ്ട് ഒരു കർമ്മസമിതി ദേശീയ തലത്തിൽ രൂപീകരിക്കാൻ ഉത്തരവിട്ടിരുന്നു. ആ കർമ്മസമിതി രൂപീകരിച്ചതിന്റെ നടപടികൾ മുന്നോട്ട് പോകും. അതിൽ നഴ്സുമാരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഈ അപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആശുപത്രികളുടെ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ എല്ലാ വിഭാഗത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം ഉറപ്പാക്കണം. ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് എന്നിവർ മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതായിരിക്കണം ഈ മാർഗരേഖ എന്നാണ് ഈ അപേക്ഷയിലെ മറ്റൊരാവശ്യം. കൂടാതെ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ ജീവനക്കാർക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആശുപത്രികൾക്ക് പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ അപേക്ഷയിലെ മറ്റൊരു ആവശ്യം. SKN.